ആറ്റുകാൽ പൊങ്കാല എന്ന് വളരെ വിശേഷമായ രീതിയിൽ നടക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് അതിന്റെ ഒരു സന്തോഷവും വിശ്വാസവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും. പക്ഷേ പൊങ്കാല അട്ടിമറിക്കാൻ കൃത്യമായ നീക്കം നടന്നില്ലേ സർ? ഒരു സംശയം കരുതില്ലേ. കാരണം ഇപ്പോൾ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാല്. അവിടെ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. സ്ത്രീകൾ മാത്രമാണ് അവിടെ അടുപ്പ് കൂട്ടുക. സ്ത്രീകൾ മാത്രമാണ് ഇന്നത്തെ ദിവസം ദർശനത്തിന് വരിക. പുരുഷന്മാർക്ക് പോയിക്കൂടാതൊന്നുമില്ല. പക്ഷേ സാധാരണ നിലയ്ക്കുള്ള പുരുഷന്മാരപ്പുറത്ത് തന്നെ സ്ത്രീകളെ സ്വയമായിട്ട് സംഘടിപ്പിച്ച് സ്ത്രീകൾ നടത്തുന്ന പരിപാടിയാണ് ആറ്റുകാൽ പൊങ്കാല. അങ്ങനെയുള്ള പൊങ്കാലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ പോകുന്നുണ്ട്. വളരെ നിരവധി സിനിമാ രംഗത്തുള്ള ആളുകൾ പോകുന്നുണ്ട്, വാണിജ്യ രംഗത്തുള്ള ആളുകൾ പോകുന്നുണ്ട്, കാർഷിക രംഗത്തുള്ള ആളുകൾ പോകുന്നുണ്ട്, സാധാരണ കുടുംബിനികളായിരിക്കുന്ന വീട്ടമ്മമാർ പോകുന്നുണ്ട്. ഇവരെല്ലാവരും അവിടെ എത്തിച്ചേരാൻ കാരണം ഈ അമ്മയ്ക്കൊരു പൊങ്കാല ഇടുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ അമ്മയുടെ പൊങ്കാല ഇടുന്നത് വളരെ വിശേഷാൽ പ്രവർത്തനമായിട്ട് തിരുവിതാംകൂറിൽ മാത്രമല്ല കൊച്ചിയിലും മലബാറിലുമുള്ള എല്ലാ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളം ഭരിക്കുന്ന ഒരു നാസ്തികന്മാരുടെ സർക്കാരാണ്. ഈ സർക്കാരിന് ഈശ്വരവിശ്വാസമില്ല. ഈശ്വരവിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ തകർക്കലാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനവർ ആദ്യം പരിശ്രമിച്ച് ശബരിമല തകർക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയിലേക്ക് അവർ യുവതികളെന്ന് പറഞ്ഞൊരു വിശ്വാസമുള്ള യുവതി പോയാൽ ക്ഷേത്രത്തിൽ പോയത് തെറ്റാണോ ഇല്ലെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. മറിച്ച് ക്ഷേത്രവിശ്വാസമില്ലാത്ത, ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാത്ത, ക്ഷേത്രാചാര വിജയങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ചില സ്ത്രീകളെ രാത്രിയുടെ അന്തിമയാമങ്ങളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിക്കൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള പറയുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തിയത്. അത് തികച്ചും നിയമവിരുദ്ധമാണ്. അത് തികച്ചും ആചാരവിരുദ്ധമാണ്. അത് ശബരിമല വിരുദ്ധമായിട്ട് നടപടിയായിരുന്നു. സമാനമായിട്ട് ഇവർ വേറെ സ്ഥാനം ചെയ്തു. ഒരു നവോത്ഥാനം അതിൽ പെടുന്നു. ഇവർ കേരളത്തിലെ വനിതകളുടെ നവോത്ഥാനം അതിൽ. ഞാൻ ആ മതിൽ കാണാൻ വേണ്ടി പല സ്ഥലത്തും പോയിരുന്നു. അതിനകത്തേക്ക് ഈ പട്ടണത്തിൽ ഭൂതങ്ങൾ അതിനകത്ത് കൂടുതൽ നിറഞ്ഞിരുന്നത്. ഒരു അടിമുടി പർദ്ദയിട്ടുള്ള ചില സാധനങ്ങൾ, അതിൻ്റെ കണ്ണുപോലും പുറത്ത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില ആളുകൾ സ്വന്തം മതവിഭാഗത്തിൽ വസ്ത്രം പോലും ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്ന് ആ നവോത്ഥാന വനിതാ മതിൽ തീർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഹൈന്ദവ അല്ലെങ്കിൽ ഭാരതീയമായിരിക്കുന്ന കേരളീയമായിരിക്കുന്ന എല്ലാ ആചാരങ്ങളെയും തകർക്കാന്നുള്ളൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. ഇവർ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ആറ്റുകാലിലേക്കാണ്. അവിടെ വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അവിടെ വരുന്നത്. ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായിട്ട് തിരുവനന്തപുരം പട്ടണം ഈ പറയുന്ന വനിതകളുടെ കയ്യിലാവുകയാണ്. ഈ വനിതകളെ ഒരിക്കലും സഹിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു ഒരു വനിതയുണ്ട്, ശൈലജ ടീച്ചർ. എന്താ ശൈലജ ടീച്ചറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അവർക്ക് മട്ടന്നൂർ സീറ്റും ഇല്ല. പോയിട്ട് പേരാവൂർ മത്സരിച്ചോ, അവിടെ KPCC പ്രസിഡന്റായിട്ട് മത്സരിച്ചോ, എന്നിട്ട് അവിടെ നിന്ന് തോറ്റോ എന്നുള്ള മട്ടിലാണ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാത്ത ഒരിടമാണ് കമ്മ്യൂണിസം. അതിൻ്റെ പേരിൽ അവർക്ക് സ്ത്രീകളുടെ പരിപാടി ഒന്ന് കേട്ടാൽ അവർക്ക് വല്ലാത്ത വിഷമാണ്. ഇപ്പോഴത്തെ ഇവർ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുടിവെള്ളം മുട്ടിക്കാൻ തീരുമാനിച്ചു. കുടിവെള്ളം കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഭരിക്കുന്നത്? എനിക്ക് ഈ പറയുന്ന ജലസേചന ഇതിൻ്റെ വകുപ്പിൻ്റെ മന്ത്രി, കുടിവെള്ളത്തിൻ്റെ റോഷി അഗസ്റ്റിൻ എന്ന എൻ്റെ ധാരണ. ഇത്ര മന്ദബുദ്ധിയായിട്ടൊരു മന്ത്രി ഒരു വിവരമായിക്കൊന്നിനെ സംബന്ധിച്ചില്ല. ഞാൻ അയാളുടെ ആയിട്ടുള്ള വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സ്ഥലങ്ങൾ നിശ്ചയമില്ല, അയാൾക്ക് എവിടേക്കാണ് വെള്ളം കിട്ടാത്തതെന്ന് നിശ്ചയമില്ല, എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് അയാൾക്കറിയില്ല, ഈ വകുപ്പിനെ സംബന്ധിക്കുന്ന യാതൊരു നിശ്ചയം അയാൾക്കില്ല. അങ്ങനത്തെ ഒരു മന്ത്രി വെച്ചുകൊണ്ട് അവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തുള്ള ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കാനുള്ള പരിശ്രമമാണ് ഈ വൃത്തികെട്ട മന്ത്രി. ഞാൻ അയാൾ ഉപയോഗിക്കുന്ന വാക്ക് വൃത്തികെട്ട മന്ത്രി എന്നാണ്. ഈ മന്ത്രി പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഏതാണെങ്കിലും ജനങ്ങളും അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷനും അവർ അതിശക്തമായിട്ട് നടപടിയെടുക്കുകയും കുടിവെള്ളം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ അവർ കൊണ്ടുവരികയും അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണമായിട്ട് സഹകരണത്തോടുകൂടിക്കൊണ്ട് അതുങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ പറയുന്ന വിഷയമുണ്ടായ സമയത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു കാര്യമുണ്ട്. ഭീമാപ്പള്ളി ഉറൂസിനോ വെട്ടുകാട് തിരുനാളിനോ ഒക്കെ ഈ മാതിരി പ്രവൃത്തി ഇവർ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം. അതെന്താ ഇനി മന്ത്രി റോട്ടിലും തല്ലുകൊള്ളും. ഈ റോഷി അഗസ്റ്റിനെ റോട്ടിലിട്ട് ജനങ്ങളെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യും. അവിടെ ഭീമ പള്ളിക്കകത്ത് പ്രശ്നം വന്നാലേ മറ്റൊരു ദേവാലയത്തിന്, ക്രൈസ്തവ ദേവാലയത്തിനാണെങ്കിൽ റോട്ടിലിട്ട് റോഷി അഗസ്റ്റ് എന്ന് പറയുന്ന മന്ത്രിയെ തല്ലും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാല നടത്തുന്ന ആളുകൾ, അതിൻ്റെ വനിതകളായിരിക്കുന്ന ആളുകൾ, അവർ അയ്യോഭാവങ്ങളാണ്, അവർ സാധാരണ വീട്ടമ്മമാരാണ്, അവർ കുടുംബിനികളായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ആറ്റുകാലിലുള്ള വിശ്വാസം കൊണ്ടാണ് വരുന്നത്. ഈ പറയുന്ന വിശ്വാസമൊന്നും ഇയാൾക്ക് റോഷി അഗസ്റ്റിനില്ല. അയാൾക്ക് ആകെ ഒറ്റ വിശ്വാസമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണം, അയാൾക്ക് മത്സരിക്കണം, അയാളുടെ നേതാവായിരിക്കുന്ന
മറ്റേ എന്താ ജോസ് കെ മാണി അയാളെ അട്ടിമറിച്ചുകൊണ്ട് ഇയാൾക്ക് മന്ത്രിയാവണം എന്നുള്ള ഉദ്ദേശമല്ലാതെ കണ്ട് യാതൊരു ഉദ്ദേശവും ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന കുടിവെള്ളത്തിന്റെ പ്രവർത്തനത്തിൽ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ ജനദ്രോഹിയായിരിക്കുന്ന കേരളത്തിന്റെ ഈ മന്ത്രി വലിയ നേതൃത്വം കൊടുക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നു സർ. അതായത് അവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ, ഒരുപാട് പേര് വരുന്നതല്ലേ. ഇപ്പൊ പാർക്കിങ്ങിന് നിയമാനുസൃതമല്ലാത്ത രൂപയാണ് വാങ്ങിയത്. 400 മുതൽ 1000 രൂപ വരെ വാങ്ങി. മേയർ രാജേഷ് നേരിട്ടിറങ്ങിയിട്ട് പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അല്ല, അത് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ്. അയാൾക്ക് കോർപ്പറേഷൻ അനുമതിയില്ല. പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ സിൽബന്ധിയാണ് ഈ പുള്ളി. അവിടെ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അങ്ങനെയാണ് ഒരുപാട് പേര് സ്വയമായിട്ട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇവിടെയൊക്കെ തന്നെ എറണാകുളം സിറ്റിക്കകത്തുള്ള രാത്രി നേരത്ത് ഇവിടെ ഹോട്ടലുകൾ നടത്തുന്നതിന് ചില ആളുകൾ കോൺട്രാക്ടറുണ്ട്. ഈ കോൺട്രാക്ടർമാർക്ക് എവിടെ ലൈസൻസ് ഉള്ളത്? ഏതെങ്കിലും ഇവർക്ക് കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടോ? അങ്ങനെ ഇവർ ആളുകളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളത്ത് 1500 രൂപ വരെ ഒരു ചായക്കടക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന ആളുകളുണ്ട് പ്രതിദിനം. ഈ തരത്തിൽപ്പെട്ട ഒരാളാണ് ഷറഫുദ്ദീൻ എന്നും കണ്ട അയാളുടെ പേര്. അയാൾ അവിടെ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് നടത്തുന്നു. അവിടെ മറ്റേ ആറ്റുകാലിലേക്ക് എത്തുന്ന ആളുകളെ പരമാവധി ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. അവർ കാറിടുന്ന സമയത്ത് 400 രൂപ ടോള് വാങ്ങിക്കുന്നു. 1000 രൂപയാണ് വലിയ വണ്ടികൾക്ക് വാങ്ങിക്കുന്നത്. ഇത് ഇയാൾക്കാരൻ ലൈസൻസ് കൊടുത്തത്? അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഇവർ മനസ്സിലാക്കേണ്ട വസ്തുത. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു ശക്തനായുള്ള മേയറുണ്ട്. അദ്ദേഹത്തിന് കാര്യവിവരമുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ തിരിച്ചറിയാം. അത്തരം ഒരു മേയർ ഉള്ളതിൻ്റെ പേരിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നടക്കാൻ അനുവദിക്കില്ല എന്നുള്ള വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഷറാഫുദ്ദീൻ എന്ന് കണ്ട അയാളുടെ പേര് ഷറഫുദ്ദീൻ അയാളെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു കാരണവശാൽ അംഗീകരിക്കില്ല. ഇവർ ഈ തരത്തിൽ അവിടെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അവർ ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസ് എടുക്കാണ്ട് നടക്കാൻ സാധിക്കില്ല. ഇതൊക്കെ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കും. ഇപ്പം കോൺഗ്രസ്സുകാരാണല്ലോ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവിടെ പണ്ട് ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അവർ ഒരുപാട് ഇപ്പോൾ ഇവിടെ കലൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള നിരവധി കടമുറികൾ, ആ കടമുറികളിൽ നിന്ന് ഇവർ അന്വേഷണം നടത്തട്ടെ. അതൊക്കെ പല സഖാക്കന്മാരുടെ പേരിലാണുള്ളത്. അവർ 1000 രൂപയ്ക്കാണോ വാടകയ്ക്ക് എടുക്കുന്നത്, 10,000 രൂപയ്ക്കാണോ അവർ തിരിച്ചുമറിച്ച് കൊടുക്കുന്നത്? എനിക്കറിയാവുന്ന കടകളുണ്ട്. ഞാൻ വേണ്ടി തെളിവ് നൽകാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ എറണാകുളത്ത് അടക്കമുള്ള മിക്കവാറും കോർപ്പറേഷനുകളുടെ വരുമാനത്തെ കാര്യമായിട്ട് ബാധിക്കത്തക്ക രീതിയിലുള്ള നിരവധി സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പാർക്കിങ്ങിന് ഒരു മുതലാളി കയറി തീരുമാനിക്കുക, ഞാനാണ് പാർക്കിംഗ് നടത്തുക. ഇയാളത് തീരുമാനിക്കാൻ ഇതിനകത്തൊരു കോർപ്പറേഷനെ ഇല്ലേ? അവിടുന്ന് ലൈസൻസ് എടുക്കേണ്ടതല്ലേ? ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ പറയുന്നത് ഇവർ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്താൽ കോർപ്പറേഷൻ അംഗീകരിച്ചിരിക്കുന്ന തുകയാണ് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിവിടെ മാത്രമായിരുന്നില്ല. ഇപ്പോൾ കുംഭമേളയ്ക്ക് ഞാൻ പോയിരുന്നു. കുംഭമേളയ്ക്ക് പോയ സമയത്ത് അവിടെ സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ കുംഭമേളയോട് സഹകരിച്ചിരുന്നുവെങ്കിലും അവിടെ ഈ തരത്തിൽപ്പെട്ട സഖാക്കന്മാരും കോൺഗ്രസ്സുകാരുമായിരുന്ന മുസ്ലിങ്ങൾ അവരൊക്കെ വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ടു. ആ വാതിക്കലേക്ക് അവർ വണ്ടികൾ കയറ്റി. ആ വണ്ടിക്ക് 200 തുടങ്ങിയിട്ട് 500 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്തത്. അതിനവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പിന്തുണ അതിനകത്തുണ്ടായിരുന്നു. അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് കുംഭമേളയിൽ തെരുവ് ലൈറ്റുകൾ കത്തുന്നില്ല. ഇവരുടെ പണി എന്താണത്? അവിടുത്തെ പഞ്ചായത്തിൻ്റെ പണി എന്താണ്? തവന്നൂർ പഞ്ചായത്തിൻ്റെ അവൻ്റെയൊക്കെ വേറെന്താ പണിയുള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയൊക്കെ അവിടെ MLA ഒരാളുണ്ടല്ലോ, എന്തായാലും പേര് KT ജില്ലയിൽ. അയാളൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അവിടെ സാധാരണ ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകളാണ് കുംഭമേളയ്ക്ക് എത്തിയത്. സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ സ്ത്രീകളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ, ആറ്റുകാൽ പൊങ്കാലയെ തടയാൻ ശ്രമിച്ചാൽ, ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് 10,000-കണക്കിന് ആളുകൾ രംഗത്തിറങ്ങും എന്നുള്ള വസ്തുത ഈ ജലസേചന വകുപ്പ് മന്ത്രിയും കേരള സർക്കാരും അവിടുത്തെ ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ തിരിച്ചറിയുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഇതിനെ സംബന്ധിക്കുന്ന അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്കെല്ലാം നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതിന് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വാർത്തയുടെയും താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. മറ്റൊന്നുകൂടി ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തുക.